ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്, പക്ഷേ എന്നാലും ഒരു നോർമൽ ഡേ തന്നെ ആയിരുന്നു ഇന്നും. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഈ ദിവസം എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും തമ്മിൽ ഒരു 4 വയസ്സിൻ്റെ ഡിഫറൻസാണ് ഉള്ളത് കേട്ടോ. ജൂൺ 1 ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിൽ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ടൊക്കെ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ദിവസം നമ്മളെ ഓർത്ത് വെച്ചിട്ട് നമ്മുടെ ബർത്ത്ഡേ ആരാണെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം ഓർത്ത് വെച്ച് ഒരു മെസ്സേജ് അയക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തന്നെ വേണമല്ലേ. അപ്പോൾ പലരും ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്ത് അതൊക്കെ മറന്നു പോകുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾ വിഷ് തരുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഓർമ്മയിൽ നമ്മൾ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങളെ ഓർമ്മിച്ച് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞാനതിന് മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെന്നൈയിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രൊപ്പോസൽ വന്നപ്പോഴും ഒക്കെ ഒരുപാട് പേരിങ്ങനെ എതിർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ്. പക്ഷേ അന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തത് എൻ്റെ അച്ഛനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന് അന്വേഷിക്കുകയും ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അകന്ന ബന്ധുക്കളായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെടുത്ത ആ ഒരു ഡിസിഷൻ ശരിക്കും ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര ഒരു ഫാമിലി മാനാണ് കേട്ടോ. അത് ഞാൻ എവിടെയും സമ്മതിച്ചു കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും നല്ലൊരു ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു അച്ഛനുമാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന് ഫാമിലിയോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത്. ഞാനും ആമിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അത്രമാത്രം ഞങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും ഞങ്ങളെ അത്രത്തോളം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരികയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹസ്ബൻഡും വൈഫും ഒക്കെ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലേ നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എങ്കിലും ചുരുക്കം ചിലരെങ്കിലും ഇപ്പോഴും ഹസ്ബൻഡാണ് മുന്നിൽ നിൽക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഹസ്ബൻഡാണ് റോൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ലൈഫിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഫാമിലീസും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അറേഞ്ച്ഡ് മാരേജ് ആയത് കാരണം കൊണ്ട് തന്നെ തുടക്കത്തിൽ ഞങ്ങൾ തമ്മിൽ ആ ഒരു ഒരു സിങ്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു മാരേജ് കഴിഞ്ഞ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ ശരിക്കും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും ഹോം മേക്കേഴ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ചെറിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സിസ്റ്ററായിട്ട് എന്നെ കാണുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മൂന്നാമതൊരാളിലോട്ട് കൊടുക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഹസ്ബൻഡും വൈഫും തന്നെ അത് ഷെയർ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക കേട്ടോ. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡും വൈഫും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ പല കാര്യങ്ങളും പൊരുത്തപ്പെട്ട് വരാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എടുക്കാനും ഒക്കെ ഒരുപാട് ദിവസം എടുക്കും, മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഏകദേശം 2 വർഷം എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എൻഗേജ്മെൻറ്റ് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജാതകം കൈമാറുന്നൊരു ചടങ്ങായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, മാരേജിന് ഒരാഴ്ച മുന്നെയാണ് ഹസ്ബൻഡ് എന്നെ ഫോണിൽ കൂടി സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ അത്രയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ സംസാരിക്കുകയോ അടുത്തറിയാനായിട്ട് ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു അന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹസ്ബൻഡിൻ്റെ അമ്മ പോയൊരു ടൈമും കൂടി ആയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു മാനസിക അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും ഞാൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള പല ആളുകളും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴേ നമ്മൾ ആലോചിക്കുകയല്ലേ, നമ്മുടെ ഹസ്ബൻഡിൻ്റെ നമുക്ക് നല്ലൊരു സപ്പോർട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട്
കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക കേട്ടോ. കുറച്ച് കാലം നിങ്ങൾ ക്ഷമിക്കുക. എല്ലാം നമ്മൾക്ക് അനുകൂലമായിട്ട് വരും. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാനും നമുക്ക് ഡ്രീം കാണാനും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനും കുറേ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലി ലൈഫ് ഇങ്ങനെ ആയിരിക്കണം. ഞാൻ സ്വപ്നം കണ്ട ജീവിതമാണ് ഞാൻ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പലപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചൊരു ഫാമിലി ലൈഫാണ് ഞാൻ ഇന്നിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് മാത്രം എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും നമ്മുടെ ഈ ചാനലിലുണ്ട്, നമ്മുടെ ഈ ഫാമിലിയിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിന് പുറമേ ആയിട്ട് കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വ്ളോഗാക്കാനും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനും ഒന്നും പറ്റില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മറ്റൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളിലേക്ക് കൊടുക്കാതെ ഹസ്ബൻഡുമായിട്ട് ഇരുത്തി ഒന്ന് ആലോചിച്ച് പരസ്പരം പറഞ്ഞു തീർക്കുക. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കടിക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ ചില സമയത്ത് നന്നായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ തുറന്ന് പറയുന്നതിൽ എനിക്ക് ഒരു നാണക്കേടും ഇല്ല. കാരണം ജീവിതമാണ്, നമുക്ക് എപ്പോഴും നമുക്കങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാനും ഒന്നും പറ്റില്ല. പക്ഷേ കുറച്ച് ആ ഒരു പിണക്കത്തിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് തന്നെ ഞങ്ങളുടെ പിണക്കം അവസാനിക്കും. അത് അവസാനിപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണല്ലോ എന്ന്. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നെങ്കിൽ ഞാൻ മുൻകൈ എടുത്ത് ആ പ്രശ്നങ്ങളെല്ലാം തീർക്കുമായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാം മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ശക്തി നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലേ. പല ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറേ കാലങ്ങൾ കഴിഞ്ഞ് നമ്മളത് ഓർത്ത് ചിരിക്കുകയായിരിക്കും ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം പിണക്കോ വഴക്കോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് സോൾവ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് ഒരിക്കലും എൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടർ അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കാര്യം ഇതിന് മുന്നേ നമ്മുടെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് താഴ്ന്നു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം. ഞാനിപ്പോൾ ഒരു ഹോം മേക്കറാണ്. അപ്പോൾ എന്നെ ഫസ്റ്റ് അംഗീകരിക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡാണല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നില്ല, എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഇല്ല. പക്ഷേ എന്ന് കരുതി ഇന്ന് വരെയും എൻ്റെ ഹസ്ബൻഡ് എന്നെ അതിൻ്റെ പേരിൽ വഴക്കടിക്കാൻ വരുമോ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട് ഈക്വലായിട്ട് തന്നെയാണ് എന്നെയും പുള്ളി ട്രീറ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് പോലും എന്നെ ഒരിടത്തും വിട്ടുകൊടുക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9 വർഷം ആവുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ചിലപ്പോൾ അത് മൂന്നാമതൊരാൾ അറിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളത് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയും ചെയ്യരുത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ, ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അധികം അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. അത് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. ശരിക്കും ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ചേർന്നതിന് ശേഷമാണ് എൻ്റെ സ്വഭാവത്തിലും കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് മാത്രമാണ് സംസാരിക്കുകയുള്ളൂ, വാരി വലിച്ച് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരാളെ അല്ലായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നത്, ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര്, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറയുന്നത് ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നതെന്നും ഇപ്പോഴാണ് ഒരുപാടൊക്കെ സംസാരിക്കുന്നതെന്നും. പക്ഷേ എന്നിരുന്നാലും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അദ്ദേഹം ചെയ്യുന്നത് തന്നെയാണ് ശരി. ഒരുപാട് അങ്ങനെ വലിച്ചു വാരി സംസാരിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. നമ്മുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് നമുക്ക് കണ്ടു പഠിക്കാനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടാവും. പിന്നെ മറ്റൊരാൾ നമ്മുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്തുകയോ
എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളതിന് സപ്പോർട്ട് നിൽക്കുകയോ ചെയ്യരുത് കേട്ടോ. അത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഞാനാണെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു സപ്പോർട്ട് പുറമേ നിന്നൊരാളിന് ഞാൻ കൊടുക്കാറില്ല. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അത് പരസ്പരം അകന്നു പോകാനും സ്നേഹക്കുറവ് ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പാർട്ട്ണറിനെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കാനോ വില കുറച്ച് കാണിക്കാനോ ഒന്നും പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ സംസാരിക്കുക. അത് നിങ്ങൾക്കുള്ളിൽ തന്നെ നിന്ന് അത് അങ്ങനെ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് വരെ പഴി കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ജീവിതത്തിൽ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്, കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ അഭിമാനം മാത്രമാണ്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ പോലും ഇത്രയും എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നതും നിങ്ങളോട് എനിക്ക് ഇത്രയും ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയാനുള്ളൊരു കാരണം ഈ വ്ളോഗ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്നെങ്കിലും ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് 2 വാക്കെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അത് മോശമായി പോകുന്നു വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതിൽ പലതും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിയ കാര്യം മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി, അല്ലാത്തതങ്ങ് വിട്ട് കളയുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് മട്ടനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നെ കൂടെ കിച്ചണിൽ വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മളെ അങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കാനൊന്നും വിടാറില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുക്കിങ്ങിനൊക്കെ നിന്നത്. ഞാൻ കുക്ക് ചെയ്തു, ഹസ്ബൻഡാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് തന്നത്. ഇടയിൽ തന്നെ ആമിയും എന്നോടൊപ്പം ചേർന്നു. അങ്ങനെ ഞങ്ങൾ മട്ടൻ കറിയും രസവും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് വെച്ചത്. ഇത്രയും കൂടി ഉണ്ടാക്കി കഴിച്ചും കൊണ്ട് ഞങ്ങൾ നേരത്തെ സ്കൈവൺ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ഡിമാർട്ട് ഓപ്പൺ ചെയ്തു എന്ന്. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് കരുതി. ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ശരവണയിൽ നിന്ന് ഗ്രോസറീസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇവിടെ ഡിമാർട്ടിൽ നിന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ ഞാൻ വരുന്ന വ്ളോഗുകളിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇതുപോലെ മാമ്പഴമൊക്കെ വിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് കേക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ എൻ്റെ ബർത്ത്ഡേക്കും മാമിയുടെ ബർത്ത്ഡേക്കും ഒക്കെ പുള്ളി സർപ്രൈസായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് തരുന്നതാണ്. ഇന്നത്തെ ദിവസം അങ്ങനെ കേക്കൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇവിടെ മാളിൽ വന്നിട്ട് തന്നെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്സഡ് ഫലൂഡയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റോസ് ഫലൂഡയും ഹസ്ബൻഡ് എടുത്തത് മാംഗോയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു സാത്തുക്കുടി ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ വീട്ടിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് പുറത്ത് വരണമല്ലോ, അതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ വില കൂടിയ ഗിഫ്റ്റുകൾ കൊടുത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആർഭാടങ്ങളൊന്നും കാണിച്ചിട്ടൊന്നും നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിക്കേണ്ട കാര്യമല്ല കേട്ടോ. അവരുടെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നമ്മളെ കൂടെ നിന്നാൽ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായ ഒരു ഏണിങ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേക്കും നമുക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, വലിയ ഗിഫ്റ്റുകളൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, എനിക്കതിനൊന്നും സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് പോലും എന്നോടത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മനസ്സമാധാനമാണല്ലേ. അപ്പോൾ അത് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരം വലിയൊരു ഗിഫ്റ്റ് വേറൊന്നും ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേർന്ന് എല്ലാ സന്തോഷങ്ങളിലും അവരോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അതുതന്നെയാണ് നമ്മൾക്ക് അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ മാത്രമല്ല നമ്മുടെ മക്കളെയും അതുപോലെ സ്നേഹിച്ച് അവരോടൊപ്പം ചേർത്ത് നിർത്തി ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നതല്ലേ. ഇതൊക്കെ കണ്ട് നമ്മുടെ മക്കളും കൂടെ വളരുന്നുണ്ടല്ലോ, അതും കൂടി നമ്മൾ ഓർക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും
എന്തൊക്കെ ആഡംബരങ്ങളും ആർഭാടങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത പങ്കാളി തന്നെയാണ്. അല്ലാതെ വേറെ ആരും കാണത്തില്ല. മക്കളാണെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അവരെല്ലാം അവരുടേതായ ലോകത്തേക്ക് അവരങ്ങ് നീങ്ങിപ്പോവല്ലേ. അവസാനം നമ്മുടെ കൂടെ ഉള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും തുറന്നു പറഞ്ഞും ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് എല്ലാവർക്കും മുമ്പോട്ട് പോകാനായിട്ട് കഴിയട്ടെ. ഇന്ന് ഞങ്ങൾ ഇവിടെ മാളിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ PVRൽ കയറിയിട്ട് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. സിനിമ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഹസ്ബൻഡിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഭയങ്കര ഒരു മൈക്കിൾ ജാക്സൺ ഫാനാണ് കേട്ടോ. അപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്, മൈക്കിൾ ജാക്സൻ്റെ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് നേരെ വീട്ടിലേക്ക് വരുവാണ്. രാത്രി ഇതുവഴി വരുമ്പോഴേക്കും ഉണ്ടല്ലോ ചെന്നൈയിലെ ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെന്നൈയിലുള്ള ഒരു വൈബ് എന്ന് പറയുന്നതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു പൊതുവേ ഈ ചെന്നൈ, ബാംഗ്ലൂർ എല്ലാ സിറ്റികളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പകൽ പോലത്തെ രാത്രിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രാത്രിയാണെന്ന് പോലും തോന്നത്തില്ല കേട്ടോ. ഏകദേശം ഒരു 11 മണിയോളം ആയി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.